ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ മിസ്റ്റർ ഇൻസോമിനിയ വെയിറ്റിംഗ് ഫോർ ലവിന്റെ 14ാമത്തെ എപ്പിസോഡാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ലാസ്റ്റ് എപ്പിസോഡിന്റെ ലാസ്റ്റിൽ വന്നിട്ട് നമ്മുടെ യാൻ ലൂസിയും വന്നിട്ട് അവർ ഉറങ്ങിപ്പോയില്ലേ, മോതിരം പോലും കറക്റ്റ് ഇട്ടില്ലല്ലോ. എന്നിട്ടാണെങ്കിൽ ഇന്ന് കാണിക്കുവാണ് നമ്മുടെ 30 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ അവസാനം പോലീസിന്റെ ഒക്കെ സഹായത്തോടെ അന്വേഷിച്ച് ട്രാക്ക് ചെയ്ത് വന്നപ്പോൾ, ഹോട്ടലുകാരൊക്കെ അന്വേഷിച്ച് വന്നപ്പോൾ അവരെപ്പോഴും കിടന്നുറങ്ങുക. അപ്പോൾ അവർ വന്ന് വിളിച്ച് എണീപ്പിക്കുമ്പോഴാണ് ഇവർ രണ്ടുപേരും അറിയുന്നത് 30 മണിക്കൂറിൽ കൂടുതൽ ഇവർ ഉറങ്ങിയെന്ന്. മാത്രമല്ല ലൂസിയുടെ പപ്പയൊക്കെ ഭയങ്കര കലിപ്പിലാട്ടോ. ഈ സമയത്ത് കറക്റ്റ് ഡോക്ടർ മീൻസ് ആ പ്രൊഫസർ ലീവ് വന്നിട്ട് യാനെ വിളിക്കുവാണ്. എന്നിട്ട് ചോദിക്കാൻ, നിങ്ങൾ ഇത്രയും നേരം എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇവർക്ക് മറ്റേ റിപ്പോർട്ട് മീൻസ് ഡാറ്റ നോക്കുമ്പോൾ അറിയാലോ ഇവർ ഉറങ്ങുമായിരുന്നെന്ന്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നോ നിങ്ങൾ ഡിസ്റ്റൻസ് എടുക്കണം അല്ലെങ്കിൽ ഇച്ചിരി കൂടി പ്രശ്നമാവുമെന്ന് പറഞ്ഞില്ലായിരുന്നോ എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറയും, അല്ല ഇത് വന്ന് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളൊരു തെറ്റ് പറ്റി പോയതാണ്, ഇനി അത് ആവർത്തിക്കത്തില്ലെന്ന് പറഞ്ഞ് ഫോൺ വെക്കുക കേട്ടോ. നമ്മുടെ പ്രൊഫസർ ലീ ഫോൺ വെച്ചുകൊണ്ട് അങ്കിൾ ഷേൻ വിളിക്കുക. അങ്കിൾ ഷേൻ വിളിച്ചിട്ടാണെങ്കിൽ ഇവരെ പറയാനൊന്നുമില്ല, നിൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ പ്രൊഫസർ ലീ, അങ്ങനെ പറഞ്ഞില്ലടോ ഇങ്ങനെ പറഞ്ഞില്ലടോ എന്ന് പറഞ്ഞിട്ട് പറയുവാണ്. ഇതേ കറക്റ്റ് സമയത്ത് ലൂസിയുടെ പപ്പ വിളിച്ചിട്ട് വഴക്ക് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് വെച്ചിട്ട് പോവാം. എന്നിട്ട് നമ്മുടെ ലൂസി ആണെങ്കിൽ ലൂസിയുടെ പപ്പയെ കാണാൻ പോയി കേട്ടോ. വേറെ ഒന്നുമില്ല, കൺവിൻസ് ചെയ്യണ്ടായോ, പപ്പയെ കൺവിൻസ് ചെയ്യണ്ടായോ. അപ്പോൾ പപ്പയാണെങ്കിൽ കരയുന്നുള്ള ലെവല്. കാരണം മോൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇൻസോംനിയ ഉണ്ടെന്നുള്ള കാര്യം ഇവരിപ്പോൾ അറിഞ്ഞു. പക്ഷേ ഇവരിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ അത് ഹൈപ്പർസോംനിയ മീൻസ് ഉറക്കം കൂടുതലാവും എന്നുള്ള കാര്യം ഇപ്പോൾ അവർക്ക് മനസ്സിലായില്ലയോ. അപ്പോൾ ഇവർ പറയുന്നത്, മോളെ നിൻ്റെ കാര്യം ആലോചിച്ച് ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണെന്നൊക്കെ പറഞ്ഞിട്ട് ലൂസിയുടെ പപ്പ വന്ന് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതേ സമയത്ത് നമ്മുടെ യാനാണെങ്കിൽ നമ്മുടെ യാൻ്റെ പപ്പയെ കാണാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ അങ്കിൾ ഷേൻ ഉണ്ട് കേട്ടോ. അവർ 3 പേരിങ്ങനെ കാര്യം പറയുന്ന സമയത്ത് നമ്മുടെ യാൻ്റെ ഒപ്പം ചോദിക്കണേടാ, നീ എന്തോ ഓഫീസിലെ കാര്യമൊന്നും നോക്കാതെ അലഞ്ഞിരിഞ്ഞ് നടക്കുവാണെന്ന് അറിഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ പറയുവാണ്, ഓഫീസിലെ കാര്യം അവിടെ ഇരിക്കട്ടെ, എൻ്റെ ലൈഫിൻ്റെ കാര്യം ആദ്യം ഡിസൈഡ് ചെയ്യണം, എൻ്റെ കല്യാണത്തിൻ്റെ കാര്യം തീരുമാനിച്ചേ പറ്റൂ എന്നുള്ളത് നമ്മുടെ യാൻ വന്ന് യാൻ്റെ പപ്പയുടെ അടുത്ത് പറയുകയാണ്. അപ്പോൾ യാൻ്റെ പപ്പ ചോദിക്കണം, ആരെ കല്യാണം കഴിക്കേണ്ട കാര്യം നീ പറയുന്നേ, ലൂസിയെ തന്നെ, വേറെ ആരുമില്ല എന്ന് ഞാനും പറയുവാണ്. അപ്പോൾ എടുത്തുവാണെങ്കിൽ എൻ്റെ ഒപ്പം പറയണം, അവളെ മാത്രം കല്യാണം കഴിക്കാൻ ഞാൻ വിടത്തില്ല, കാരണം വെച്ചാൽ അവൾ ശരിയായിട്ടുള്ളൊരു പെണ്ണൊന്നുമല്ല, എൻ്റെ മോൻ്റെ ലൈഫ് അങ്ങനെ നശിപ്പിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ലെന്നും. അപ്പോൾ എടുത്തുകൊണ്ട് ഞാൻ പറയണേ, നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധയാണെന്നൊക്കെ എനിക്കറിയാം, എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം അമ്മയുടെ ഒരു ഫോട്ടോ പോലും ഇവിടെ കീപ്പ് ചെയ്യാൻ നിങ്ങൾ സമ്മതിച്ചിട്ടില്ല, ഇങ്ങനെയുള്ള ഒരാളാണോ എൻ്റെ സന്തോഷം ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ വാക്കിലൊന്നും എനിക്ക് വിശ്വാസമില്ല, എൻ്റെ ലൈഫ് തീരുമാനിക്കാൻ എനിക്കറിയാം, നിങ്ങൾ അതിൽ തീരുമാനം എടുക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹേർട്ട് ചെയ്യുന്ന രീതിക്ക് ഞാൻ വന്ന് എൻ്റെ പപ്പയോട് സംസാരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ലൈഫിൽ ഒരു സ്ഥാനവും ഇല്ല അയാൾക്ക് എന്നുള്ള രീതിക്ക് സംസാരിക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി പെട്ടെന്ന് കേട്ടപ്പോൾ അയാൾക്ക് അങ്ങ് നെഞ്ചുവേദന വന്നിട്ട് അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അങ്കിൾ ഷെന്നും ഞാനും അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അങ്ങനെ അയാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി കേട്ടോ. പിറ്റേന്ന് രാവിലെ നമ്മുടെ നേഴ്സ് വന്ന് നമ്മുടെ മെഡിസിൻ എല്ലാം കൊടുത്തിട്ട് പോകുമ്പോൾ പറയുകയാണ്, ഇന്ന് നിങ്ങളെ നോക്കാനായിട്ട് ഒരു കെയർ ടേക്കർ വരുന്നു. വേറെ ആരുമല്ല, നമ്മുടെ ലൂസിയാണ് കെയർ ടേക്കർ ആയിട്ട് വന്നേക്കുന്നത്. എങ്ങനെയെങ്കിലും അടുത്ത അയാളെ മനസ്സ് മാറ്റാമെന്ന് വെച്ചിട്ടാണ് ലൂസി വന്നേക്കുന്നത്. പക്ഷെ ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ലൂസി വരുന്ന സമയത്ത് ഇയാൾക്ക് ഓൾറെഡി അറിയാമല്ലോ ലൂസി ആരാന്നുള്ള കാര്യം അറിയാം, നമ്മൾ ഞാൻ ഇഷ്ടപ്പെടുന്ന പെങ്കൊച്ചാന്നൊക്കെ അറിയുന്നതല്ലേ. അപ്പോൾ അയാൾ വന്നിട്ട് ലൂസി വന്നിട്ട് ഇങ്ങനെ കെയർ ചെയ്യാൻ നോക്കുമ്പോൾ പറയും, അവൾ ഫുഡൊക്കെ വിളമ്പി കൊടുക്കും, പറയും എനിക്കിത് ഇഷ്ടമല്ല, എനിക്കത് ഇഷ്ടമല്ല, നീ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല, എൻ്റെ കാര്യം എനിക്ക് നോക്കാനൊക്കെ അറിയാമെന്ന് ഞാൻ ഒപ്പം പറയും. എന്നിട്ടും ലൂസി അങ്ങ് മനസ്സ് മടുക്കാതെ പറയാണ്, ഓക്കെ അങ്കിൾ നിങ്ങൾക്ക് ഈ ഫുഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പോയിട്ട് വേറെ ഫുഡ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് പോവാം. അപ്പം നേഴ്സ് വന്നിട്ട് പറയുവാണ്, നിങ്ങൾക്ക് വന്നിട്ടുള്ള കെയർ ടേക്കർ കൊള്ളാമല്ലോ, നിങ്ങൾക്ക് വേണ്ടി നോക്കിയാണ് ഫുഡ് അറേഞ്ച് ചെയ്യാൻ, അവിടെ ക്യാൻറ്റീനിൽ നിന്ന് അവൾ തന്നെ നോക്കിയാണ് എല്ലാ കാര്യവും അറേഞ്ച് ചെയ്തുകൊണ്ട് വരുന്നത്, എന്തായാലും സൂപ്പർ കെയർ ടേക്കർ എന്ന് പറയുകയാണ്. ഇതേ സമയം കാണിക്കും നമ്മുടെ ഞാനാണെങ്കിൽ അവിടെ ഒരു മീറ്റിങ്ങിലാട്ടോ. അപ്പോൾ മീറ്റിങ്ങിൽ വേറെ ഒന്നുമില്ല, നമ്മുടെ ബനാന 3 എന്ന് പറയുന്ന ഒരു മെഡിസിൻ, ഒരു ഗുളിക അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നില്ലായിരുന്നു ഇൻസോംനിയയ്ക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അവിടെയുള്ള മീറ്റിങ്ങിലുള്ള ബാക്കിയുള്ള ഷെയർ ഹോൾഡേഴ്സ് എല്ലാം പറയുവാണ്, സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജിലുള്ള എക്സ്പെരിമെൻറ്റിൽ അത് 40% സക്സസ് കാണിക്കുന്നുണ്ട്, ഇനി അടുത്ത സ്റ്റേജിലോട്ട് കടന്നോട്ടേന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറയാണ്, നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ജീവനും ഹെൽത്തും വളരെയധികം ഇമ്പോർട്ടൻ്റാണ്, അതുകൊണ്ട് ഇപ്പം 40 ഉള്ളൂ, അതൊരു 80-നോ 90-നോ മേലെ വരുമ്പോൾ മാത്രം നമ്മൾ സെക്കൻഡ് സ്റ്റേജിലേക്ക് കടന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് മീറ്റിംഗ് അവസാനിപ്പിക്കുക. ആ സമയത്ത് നമ്മുടെ ഒരു പേഴ്സണൽ അസിസ്റ്റൻ്റ് ഉണ്ടല്ലോ, പിന്നെ സ്പെഷ്യൽ അസിസ്റ്റൻ്റ്, അയാൾ ഇങ്ങ് വരുന്നത് കാണുമ്പോൾ നേരെ ചെന്ന് ചോദിക്കുകയാണ്, എന്തുവായി ലൂസിയെ വല്ലതും കണ്ടോ, ലൂസി എവിടെയാണെന്നൊക്കെ അറിയാമോ എന്ന് ചോദിക്കുന്ന സമയത്ത് പറയാണ്, ലൂസി താൻ നിൻ്റെ പപ്പയെ നോക്കാനായിട്ട് പോയിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറയാം, ദൈവം ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് ഇവൻ അവിടെ നിന്ന് പെടഞ്ഞോടുവാണ്. ഈ സമയത്ത് കാണിക്കുകയാണ് ലൂസിയും അതുപോലെ ഞാൻ്റെ പപ്പയും നല്ല ക്ലോസ് ആയിട്ടോ. അപ്പോൾ ഇവർ രണ്ടും കൂടിയിട്ട് നമ്മുടെ ചൈനീസ് ചെസ്സിൽ അത് കളിക്കായിരിക്കും. അപ്പോൾ ലൂസിക്ക് ഇത് കളിക്കാനൊന്നും അറിയത്തില്ല. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ്റെ പപ്പയാണ്. ഇങ്ങനെ കളിച്ചിട്ട് ഇയാൾ വന്ന് ലൂസിയെ തോൽപ്പിക്കുക കേട്ടോ. അപ്പോൾ ലൂസി പറയാണ്, അല്ല ഞാൻ ഇതിന് മുമ്പത്തെ മൂവി ഇങ്ങനെ ചെയ്ത് തന്നെ ഞാൻ തന്നെ ജയിക്കത്തുള്ളൂമായിരുന്നു എന്ന് പറയുന്ന സമയത്ത് ഞാൻ്റെ ഒപ്പം പറയാണ്, അങ്ങനെയല്ല, നമ്മൾ വന്നിട്ട് മൂവി ഇതിനു മുമ്പ് ചിന്തിക്കണം, മൂവി ഇത് കഴിഞ്ഞിട്ട് പിന്നെ തോറ്റു പോയിട്ട് പിന്നെ മുമ്പ് അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെന്നും. അപ്പോൾ ഈ സമയത്ത് ഞാൻ വന്ന് നോക്കുമ്പോൾ ഇവർ രണ്ടും കാര്യമായിട്ടിരുന്ന് ചെസ്സ് കളിക്കുന്നു. അപ്പോൾ ഞാനങ്ങ് സന്തോഷമാവട്ടെ. അപ്പോൾ ഞാൻ വിചാരിക്കും, ഓക്കെ അവർ എന്നാൽ സംസാരിക്കുമല്ലേ, എന്നാൽ ഞാനങ്ങ് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ചെല്ലുന്ന സമയത്ത് നേഴ്സ് വന്നിട്ട് എൻ്റെ പപ്പയുടെ മറ്റേ ബെഡെല്ലാം തന്നെ വിരിച്ചിട്ടുണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ചോദിക്കുകയാണ്, പപ്പയുടെ സിറ്റുവേഷൻ ഇപ്പോൾ എങ്ങനെയുണ്ട്, പപ്പ എന്ന് ഡിസ്ചാർജ് ചെയ്യാമെന്നൊക്കെ ഞാൻ ചോദിക്കുന്ന സമയത്ത് ഈ നേഴ്സ് പറയുവാണ്,
പപ്പയുടെ സിറ്റുവേഷൻ വന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്തൊന്നും റെഡിയായി വരേണ്ടതല്ല. പക്ഷേ നമ്മുടെ കെയർ ടേക്കർ മീൻസ് നമ്മൾ ലൂസി വന്നിട്ട് ഇത്രയും നല്ലപോലെ നോക്കുന്നുണ്ട്, ഇത്രയും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായി. 2-3 ദിവസത്തിനകം തന്നെ നിൻ്റെ പപ്പയെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞ് നേഴ്സ് അവിടെ നിന്ന് പോകും. അപ്പോൾ ഞാൻ അങ്ങ് ഭയങ്കര സന്തോഷം കേട്ടോ. ആ കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ പ്രൊഫസർ ലീ ഉണ്ടല്ലോ, ഞാനെ വിളിച്ചിട്ട് അർജൻറ്റായിട്ടൊരു കാര്യം വരാൻ പറയുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയുന്ന സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.